ഹലോ, എന്തുട്ടാണ്? ഏ ആളെവിടെ? പണിക്ക് വയ്ക്ക. എവിടെ പണിക്ക്? അത്താണിക്കല്. പണി ഉണ്ടല്ലോ, അപ്പൊ പൈസ തരാത്തത് അന്ന് ഡേറ്റ് ആണ്. 2 ദിവസത്തിനുള്ളിൽ അങ്ങോട്ട് എത്തിക്കാനാ ഏത് പറഞ്ഞത്. 2 ദിവസത്തെ കാര്യം നിങ്ങൾ പറയണേ? എത്ര ദിവസമായി ഡേറ്റ് തെറ്റിച്ചിട്ട്? എന്റെ പൊന്നു താത്ത, നിങ്ങൾ എന്തൂട്ട് കളി കളിക്കണ്? എന്താ പൈസ ഇവിടെ ഇല്ലാഞ്ഞിട്ടാണ്. പൈസ ഇല്ല എന്നുള്ളത് വെറുതെ പറയണാണ്. എല്ലാ ദിവസവും പണിയുണ്ടല്ലോ. അല്ലാന്ന് വിചാരിച്ചു പതുക്കെ. എന്തല്ലാന്ന് വിചാരിക്കാ, ഞങ്ങക്ക് പൈസ ഇടണ്ടേ? എന്റെ പൈസ 2 വേണ്ടേ? മാസമായിട്ടല്ലേ ഉള്ളൂ. 2 മാസത്തല്ലേ ഉള്ളൂ. 2 മാസത്തേ ഉള്ളൂന്നാ? അത് നിസാര കാര്യം. പലിശ അടക്കം തന്നു തീർത്തോളാം. ഏത് പലിശ തന്നു നടത്ത് തീർത്തോളാന്നായി പറയണത്? പറച്ചിലല്ലാണ്ട് കാര്യം നടക്കണില്ലല്ലോ. പൈസ കിട്ടണില്ല. പൈസ കിട്ടണം. വാങ്ങി തിന്നുമ്പോ ഇതൊന്നും കുഴപ്പമില്ലല്ലോ. പൈസ വാങ്ങുമ്പോ ചേട്ടാ ഒന്നും പതുക്കെ സംസാരിക്കണം. എന്ത് പതുക്കെ സംസാരിക്കാൻ? ആൾക്കാർ കേക്കട്ടെന്നേ. ഇത് ഇങ്ങനെ വാങ്ങി പറ്റിക്കണവർക്ക് ഒരു പാടായിരിക്കട്ടത്. ഇക്കാലത്ത് പൈസ ഇല്ലാത്തോണ്ടാണ്. പൈസ ഇല്ലാത്തോണ്ടാണ്. അപ്പൊ ഞാൻ എന്റെ പൈസ ഒഴിവാക്കണം? റമദാൻ മാസം കാലത്ത് നമ്മൾ ഒച്ചുണ്ടാക്കല്ലേ. റമദാൻ മാസം ആയാലും ഏത് മാസമായാലും എനിക്ക് എന്റെ പൈസ കിട്ടണം. എനിക്ക് അത്ര അത്യാവശ്യമാണ്. റോബി ചേട്ടാ, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കല്ലേ. 2 ദിവസം കഴിഞ്ഞാൽ 27 അന്ന് ഞങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടും. എല്ലാവരും ഞങ്ങളുടെ അവസ്ഥ കണ്ട് തരാറുണ്ട് ഞങ്ങൾക്ക് എല്ലാ കൊല്ലവും. അത് ഞങ്ങൾ അങ്ങനെ തന്നെ, ഞങ്ങൾക്ക് ഡ്രസ്സ് പോലും ഞങ്ങൾ എടുക്കണില്ല, അങ്ങനെ തന്നെ ഞങ്ങൾ എത്തിച്ചോളാം. ഇതൊക്കെ പലരും വെറുതെ പറയണ. പ്രശ്നം ഉണ്ടാക്കാതെ പൈസ കിട്ടാത്തോടത്ത് പ്രശ്നം ഉണ്ടാക്കി തന്നെ പൈസ വാങ്ങണം. അങ്ങനെ പറയരുത്. നടക്കില്ല, നടക്കില്ല. നിങ്ങൾ എത്രയാ പറഞ്ഞ? 2 മാസത്തെയോ? നോക്കട്ടെ 2 മാസം. 2 മാസത്തിന് തരാനുള്ളൂ. അതിന്റെ പലിശ അടക്കം ഞങ്ങൾ തന്നോളാം. 2 മാസം. 3 മാസത്തെ അടവാണ് തെറ്റി കിടക്കണേ. 3 മാസത്തെ അടവ്. ഇന്ന് എത്രാം തീയതി? ഇന്ന് 25 ആവുന്നല്ലേ ഉള്ളൂ. വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. എന്ത് വേണ്ട ഇപ്പൊ? 27 സ്വർണ്ണം എന്തെങ്കിലും അവിടെ? ഒന്നുമില്ല. എന്ത് പൈസ കൊടുക്കുകയും വേണം, പിന്നെ അത് വാങ്ങാൻ ചെല്ലുമ്പോ ഈ കണ്ണീരും കൈ. ഇത് എന്തോട്ട് പരിപാടി അത്? റോബി ചേട്ടാ ഒന്നും ഒച്ചിടാതെ സംസാരിക്കും. ആൾക്കാര് എന്തെങ്കിലുമൊക്കെ പറയും. അതുകൊണ്ട് ആൾക്കാർ പറയട്ടെ. ആൾക്കാർ ഇതേപോലെ വാങ്ങി തിന്നുന്ന ആൾക്കാർ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പൈസ വാങ്ങുമ്പോ ഇതിനൊരു വിലയില്ലേ? അപ്പൊ എന്റെ പൈസക്ക് ഒരു വിലയില്ലേ? അങ്ങനെ പറഞ്ഞിട്ടില്ല റോബി ചേട്ടാ. പിന്നെന്താ? നിങ്ങൾ ഈ പെരക്കൊന്ന് കയറി നോക്കി. ഞാനെന്തുകൊണ്ട് പെര കയറണേ? അതിന്റെ ഉള്ളിൽ വെച്ചുണ്ടാക്കാൻ ഒരു മണിയാരി പോലും ഇല്ല. പാലുടിക്കുന്ന ഒരു കുട്ടി ഉണ്ട് എൻ്റെ അടുത്ത്. അതിനൊരു തുള്ളി പാല് പോലും കൊടുക്കണമെങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിക്കണ്ടേ? ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഞങ്ങളുടെ വീട്ടില്. ഞങ്ങൾ ബുദ്ധിമുട്ടിക്കല്ല. ഇക്കാപ്പ് ആക്സിഡന്റ് ആയിട്ട് കിടന്നിട്ട് ഇപ്പൊ പണിക്കുണ്ട് ഇറങ്ങിയിട്ടുള്ളൂ. നിങ്ങൾ എന്തുകൊണ്ട് സെന്റ് അടിച്ചിട്ട് ആളെ പറ്റിക്കാൻ വേണ്ടിട്ട്? അല്ല റോബി ചേട്ടാ, കാര്യത്തിലാ പറഞ്ഞത്. നിങ്ങൾ നാട്ടിൽ അന്വേഷിച്ചാ മതി, മനസ്സിലാവും. ആക്സിഡന്റ് ആയതുകൊണ്ടാ. ഇല്ല ഞങ്ങൾ ഒന്നും മുടക്കം വരുത്തില്ല. മതി കണ്ണീര് കഴിഞ്ഞിട്ട് തേങ്ങയെങ്കിലും ചെയ്ത് പിന്നെ പൈസ ഇടണം. ഹലോ ഇക്ക, എന്തെങ്കിലും തരപ്പെട്ടാ? ഇല്ല, ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പണിയിലാണ്. ആളെ മൂട് പോലെ ഇരിക്കും. ഒരു അഡ്വാൻസ് എങ്കിലും ചോദിച്ചു നോക്കുന്നു. വൈകുന്നേരത്തേക്ക് ബാക്കി പണി കഴിഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് പറയുങ്ങള്. എന്ത് പറയാൻ, കിട്ടുവാവട്ടെ. അയാളെ മൂടനുസരിച്ചിട്ടേ കിട്ടുള്ളൂ. എന്താ പറ്റ ചെയ്യാ? കുട്ടിക്ക് പൊടിയൂല്ല, അതാ പ്രശ്നേ. അതിനെ പട്ടിണിക്ക് ഇടാൻ പറ്റില്ലല്ലോ. പിന്നെ എന്തായാലും കുറച്ച് വൈകൂട്ടാ. പണി ഞാൻ കുറച്ച് കഴിയും. ഇപ്പൊ കിട്ടിട്ടൊക്കെ വേണ്ടേ? ആ പലിശക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. കൊറേ ചീത്ത പറഞ്ഞു. 2 മാസമായിട്ട് പറ്റിക്കാന്നൊക്കെ പറഞ്ഞു. ദേഷ്യം പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇനിയിപ്പൊ 27 ആവല്ലേ, ആരേലും എന്തേലൊക്കെ ഞങ്ങക്ക് തരും. അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങള് കുടുംബത്തേക്ക് ഒന്നും കൊടുക്കില്ല, നിങ്ങക്ക് പൈസ തന്നോളാന്ന് പറഞ്ഞു. അതൊന്നും അയാൾക്ക് ചെവിക്കൊണ്ടില്ല തോന്നുന്നു. എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ട് പോയിട്ടുണ്ട്.
അപ്പുറത്തുള്ള അച്ചുമാത്തേയും നബീസത്തേയും ശരിയൊക്കെ നോക്കി എനിക്കെന്നെ നീ വെച്ചിരിക്കും. കരയണ്. നീ കരണ്ടും ഓരോന്നും വെച്ച് തീർക്കട്ടാ. അല്ലെങ്കിൽ തന്നെ 5 കായില്ലാത്ത സമയാണ്. ഈ കുട്ടീനൊക്കെ പോയിട്ട് ഉം, കരഞ്ഞു പിടിക്കണ്ട. എന്തായാലും വഴി പഠിച്ചാൽ കാണിച്ചു തരും. ഉം, ആ ഉം. ശരി ചെയ്യും ഓരോന്നും അല്ലെങ്കിൽ എന്റെ മനസ്സിൽ ടെൻഷനായി. ശരി എന്നാ ഇൻഷാ അള്ളാ. ഇതെന്താ അത് റോബിച്ചായന്റെ പരിപാടിയാ. റോബിച്ചായനോ? ആ മറ്റേ തരാൻ വേണ്ടി പറഞ്ഞു. ആ പലിശക്കാരനല്ലേ? എന്ത് പലിശക്കാരനാ? റോബിച്ചായനാ? അത് പലിശക്കാരൻ തന്നെയാ. പുള്ളിനെ പറഞ്ഞോടെ തരാൻ. എന്താ അല്ല നിങ്ങളിപ്പോ എന്തിനാ കരയണേ? റോബിച്ചായൻ ചീത്ത അറിഞ്ഞല്ലേ? ഉം. ആ സാധാരണ ഇതിനുള്ളതാ. ഇവിടെ വന്ന് ഒച്ചും വെള്ളമൊക്കെ ഉണ്ടാക്കിട്ടാ പോയത്. ആ ഉണ്ടാക്കിയല്ലോ, അതിനുള്ള സാധനം ഇതിലുണ്ട്. അയാളൊന്നു മുതല് ഞങ്ങക്ക് നിങ്ങൾ കരയാതെ. ഇത് എല്ലായിടത്തും ഉള്ളതാ. റോബിച്ചായൻ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. അത് അയാളുടെ സ്ഥിരം പരിപാടിയാ. ഒരു കൈ കൊണ്ട് അടിക്കും, മറ്റേ കൈ കൊണ്ട് തന്നോടും. നിങ്ങളിങ്ങനെ കരയുമ്പോ എനിക്കും കൂടി വിഷമാവുകയാണല്ലോ. നിങ്ങൾ എടുത്തേക്ക്. പലർക്കും തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ, വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളല്ലേ, എടുത്തേക്ക്. പിന്നെ റോബിച്ചാനെ കുറിച്ച് എന്തെങ്കിലും മനസ്സിൽ കരുതിയിട്ട് അത് വിട്ടുള്ളൂ കേട്ടോ. അയാളെങ്ങനെയാ? അയാളുടെ പലിശ കിട്ടാൻ വേണ്ടി അയാൾ എല്ലാ തെറി പറയും, കാര്യങ്ങളെല്ലാം എല്ലാ കുറ്റത്തിനും മുഴുവൻ പറയും. പക്ഷേ അത് പറയുമ്പോൾ നിങ്ങളുടെ തങ്ങളെ കണ്ട് നമുക്കൂടി തങ്ങളെ പറ്റില്ല. സത്യത്തിൽ ഈ റോബിച്ചാനില്ലെങ്കിൽ ഇന്നിപ്പോ ഞാനും ഇല്ല. എന്നെക്കാളിലും 10 വയസ്സ് കുറവാ റോബിന്. പക്ഷെ ഞാൻ ആ റോബിച്ചായ എന്ന് വിളിക്കേണ്ട എന്താ കാരണം എന്നറിയും? ഇതൊക്കെ തന്നെയാ. എനിക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് പലിശ മേടിച്ചിട്ട് ഇപ്പോഴും മേടിച്ചിട്ടുണ്ട്, കൊടുക്കാനും ഉണ്ട്. പക്ഷെ എന്നാലും എന്താ പറയാ, നിങ്ങളിങ്ങനെ കരയല്ലേ? ഇത് ഇപ്പോ സന്തോഷിക്കല്ലേ വേണ്ടി, പെരുന്നാളൊക്കെ അല്ലേ വരുന്നേ? റോബിച്ച് ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു സാധനവും ഇല്ല, എന്റെ കുട്ടിക്ക് പോലും ഒന്നും കൊടുത്തിട്ടില്ല. അത് അയാളുടെ മനസ്സിൽ തട്ടി. ഇപ്പൊ ആള് വീട്ടിൽ ചെന്ന് എവിടെയെങ്കിലും മൂലക്കെ നിരുന്ന് കരയുണ്ടാവും. പക്ഷെ എന്താ, ഈ സത്യം അറിയണ എല്ലാരും അയാളെ പറ്റിച്ചിട്ടേ ഉള്ളൂ. എന്ന് വെച്ച് നിങ്ങൾ കൊടുക്കാനുള്ള കാശ് കൊടുക്കാതിരിക്കാതൊന്നും കരുതണ്ട. അത് നിങ്ങൾ കൊടുക്കുക വേണ്ടി വരും, പൈസയും കൊടുക്കണ്ടേ. പക്ഷെ നിങ്ങൾ കൊടുത്ത പൈസയും അതും നിങ്ങളുടെ കാര്യങ്ങൾക്ക് തന്നെ പോകണം. അതാണ് ആളുടെ പ്രത്യേകത. റോബിച്ചിനോട് ഞങ്ങളുടെ നന്ദി അറിയിക്കണം. ആ ഒന്നും പറയണ്ട. ഈ റംസാൻ മാസം കാലത്ത് ഞങ്ങളുടെ പ്രാർത്ഥന പുള്ളിക്ക് ഒന്നും പറയണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. ആളുടെ പൈസ നിങ്ങൾ വൈകാതെ എങ്ങനെയും കൊടുത്ത് തീർക്കുക. അത് കഴിഞ്ഞ് ആവശ്യം വരുമ്പോൾ അയാൾ സഹായിക്കും. അത് അയാളെ എല്ലാവർക്കും അങ്ങനെ തന്നെ. അപ്പൊ ഇതൊന്നും ഒരു കാര്യമൊന്നും ആക്കണ്ട. പെരുന്നാളൊക്കെ ആഘോഷിച്ചോളി, സന്തോഷിച്ചോളി. പിന്നെ റോബിച്ചാന്റെ കാര്യം പുള്ളി അങ്ങനെ തന്നെയാ. അത് 1 ലക്ഷം രൂപ പലിശയായിട്ട് മേടിച്ച് 2 ലക്ഷം രൂപ അയാൾ വെറുതെ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് കൊടുക്കും. എത്ര അനാഥാലയങ്ങൾക്കും കാര്യങ്ങൾക്കും അയാൾ കൊടുക്കും, എത്ര സംഭാവന കൊടുക്കും. എന്ന് വെച്ചാൽ നന്മോരം ചമഞ്ഞിട്ട് എവിടെ റോബിച്ചെന്ന് നിൽക്കൂല. അതാണ് അയാളുടെ ഒരു പ്രത്യേകത. അത്രേ ഉള്ളൂ. നിങ്ങളിത് കണ്ടിട്ട് ഇപ്പൊ അയാളോട് നന്ദി പറയാനൊന്നും പോകണ്ട. അതൊക്കെ പറഞ്ഞാൽ പിന്നെയും പുള്ളി കരയുള്ളൂ. അത് സത്യം. പുറമേക്ക് ഇങ്ങനെ കാണിക്കിച്ചാൽ ആളുടെ ഇഷ്ടം ചുദ്ര. അത്രേ ഉള്ളൂ. എന്നാ ശരി, പെരുന്നാൾ ആശംസകൾ. മാഷാ അല്ലാഹ്, ഒരാളെങ്കിലും കണ്ണീര് കണ്ടല്ലോ.